ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പത്മാവതി ടെമ്പിളിലും കാളഹസ്തിയിലൊക്കെ പോകുന്ന വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പത്മാവതി ടെമ്പിൾ, നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ ഭാര്യ പത്മാവതി അമ്മയുടെ ടെമ്പിളാണിത്. ഭഗവാൻ ഇരിക്കുന്ന തിരുമലയിലാണ് മുകളിൽ, പത്മാവതി അമ്മ ഇരിക്കുന്നത് താഴെയാണ് തിരുപ്പതിയിൽ നിന്ന്. അതായത് മെയിൻ തിരുപ്പതി സിറ്റിയിൽ നിന്നും ഒരു 5 കിലോമീറ്റർ മാറിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗൂഗിൾ മാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിലും വേണമെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്പ് മെൻഷൻ ചെയ്തേക്കാം. ഇവിടെ വരാൻ വലിയ ദൂരമില്ല കേട്ടോ, മെയിൻ സിറ്റിയിൽ നിന്ന് വരാനായിട്ട് വലിയ ദൂരമില്ല. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഒരു ഓഫീസറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 300 രൂപയുടെ കൂപ്പൺ എടുത്താൽ മതി. വേദയ്ക്ക് എടുക്കണ്ട കേട്ടോ. 10 വയസ്സുള്ള കുട്ടികൾക്ക് തിരുമല അവിടെ ടെമ്പിളിൽ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും എവിടെയാണെങ്കിലും 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. എനിക്ക് ഏട്ടന് മാത്രമേ എടുത്തിട്ടുള്ളൂ. VIP ക്യൂ ആണ് 300 രൂപയുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ. ആ ക്യൂവിൽ നിന്നാൽ അധികം തിരക്കുണ്ടാവില്ല എന്ന് അവിടുത്തെ ഓഫീസർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നൊരു ടിക്കറ്റ് എടുത്തു കേട്ടോ. ഇവിടെ അധികം തിരക്കില്ല, അവിടുത്തെ പോലെ തിരക്കൊന്നുമില്ല. പക്ഷെ അവിടെ വരുന്നവർ ഇവിടെ ഉറപ്പായിട്ടും വരണം എന്നാണ് പറയുന്നത്. 300 രൂപ ടിക്കറ്റല്ല, 200 രൂപ ടിക്കറ്റായിട്ട് എടുക്കാൻ പറഞ്ഞത്. അങ്ങനെ 200 രൂപ ടിക്കറ്റാണ് എടുത്തത്. അതിപ്പോൾ കാളഹസ്തിയിൽ പോയാലും 200 രൂപ ടിക്കറ്റ് എടുത്താലും നമുക്ക് ക്യൂവിലൊന്നും നിൽക്കേണ്ടി വരില്ല. ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പത്മാവതി ടെമ്പിളിലാണ് വന്നത്, അവിടെ നിന്നാണ് നേരെ കാളഹസ്തിയിലേക്ക് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ കാളഹസ്തിയിൽ വന്നപ്പോൾ താഴെ തന്നെ നിറയെ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് ദർശനം സൗകര്യം റെഡിയാക്കി തരാം, ഒരാൾക്ക് ഇത്ര രൂപ വെച്ച് തന്നാൽ ഞങ്ങൾ ശരിയാക്കി തരാം, എല്ലായിടത്തും കൊണ്ട് നടക്കാം, അല്ലാതെ നിങ്ങൾ ക്യൂവിൽ നിന്നാൽ നിങ്ങൾക്ക് ശരിയാവില്ല. ക്യൂവിൽ നിന്നാലും VIP ക്യൂ പാസ് എടുത്താലും ക്യൂവിൽ നിൽക്കേണ്ടി വരും, ഞങ്ങളാവുമ്പോൾ നിങ്ങളെ കൊണ്ട് നടന്ന് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. കാളഹസ്തിയിൽ ഞങ്ങളിങ്ങനെ കൂപ്പൺ എടുക്കാണ്ട് അവർ പറയുന്നതും കേട്ട് അവരുടെ കൂടെ പോയി. പക്ഷെ അവരെല്ലായിടത്തും കൊണ്ടു നടന്ന് നമ്മളെ തൊഴിയിച്ചു, വേറെ ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. അവർ പറയുന്ന പൈസ കൊടുക്കേണ്ടി വന്നു. ഒരാൾക്ക് 600 രൂപ, 500 രൂപ, ഒരാൾക്ക് 1000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വില പേശി റേറ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നു. എങ്കിലും ഞങ്ങൾക്ക് 2 പേർക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വന്നു. പിന്നീട് ഞങ്ങൾ മുകളിൽ കയറിയ ശേഷം മനസ്സിലായി, അമ്പലത്തിന് അടുത്തെത്തിയപ്പോൾ മനസ്സിലായി 200 രൂപ കൂപ്പൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് VIP പാസ് പോലെ നിന്നിട്ട് പെട്ടെന്ന് കയറി തൊഴുതിട്ട് വരാമെന്ന് മനസ്സിലാക്കി. അത് ഇപ്രാവശ്യം മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ആ ഒരു കള്ളത്തരത്തിലൊന്നും പെടാതെ നേരെ ഒരു കൂപ്പൺ എടുത്തു. ആ ക്യൂവിലേക്ക് കയറാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് നിറയെ പൂവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് തലയിൽ വെച്ചോളാൻ കൊതിയായിട്ട് വയ്യ കേട്ടോ. അങ്ങനെ കുറച്ച് പൂവെല്ലാം വാങ്ങി. അത്രയും പൂവ് 50 രൂപയുള്ളൂ കേട്ടോ. നമ്മുടെ ഇവിടെ പോലും 50 രൂപയ്ക്ക് കിട്ടത്തില്ല. ചിലപ്പോഴും 100 രൂപയ്ക്ക് ചെറിയൊരു പീസ് കിട്ടിയാലായി, അത്രയേ ഉള്ളൂ. ഇവിടെയൊക്കെ പൂവൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ മണമാണെങ്കിൽ ഭയങ്കര മണവും, നല്ല അടിക്കി അവർ ഭംഗിക്കാട്ടോ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വീഡിയോസൊന്നും അലൗഡല്ല. അതുകൊണ്ട് ഏട്ടൻ എന്തായാലും ജസ്റ്റ് പുറത്തുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി ഫോണും എടുത്ത് വന്നു. എന്നിട്ട് തിരിച്ച് ഫോണ് കൊണ്ടുവയ്ക്കാനായിട്ട് ക്ലോക്ക് റൂമിലേക്കൊക്കെ പോവുകയാണേ. ഏട്ടൻ ഫോണ് ക്ലോക്ക് റൂമിൽ കൊടുക്കാൻ പോയിട്ട് വന്നിട്ട് എന്നോട് പറയായിരുന്നു, ഇവിടെ അമ്പലത്തിലെ ക്യൂവിനെക്കാട്ടി വലിയ ക്യൂ ആയിരുന്നു ഈ ക്ലോക്ക് റൂമിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു. കുറേ സമയം കഴിഞ്ഞാട്ടോ ഏട്ടൻ വന്നത്. ഫോണ് കൊടുക്കാൻ പോയിട്ട് കുറേ സമയം കഴിഞ്ഞാണ് ഏട്ടൻ വന്നത്. അപ്പോൾ അതുവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പുറമേ നോക്കിയപ്പോൾ വലിയ ക്യൂ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി 200 രൂപ കൂപ്പൺ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് കരുതി. പക്ഷെ അകത്ത് കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. 200 രൂപ കൂപ്പൺ ക്യൂ പെട്ടെന്ന് ചെറിയൊരു ക്യൂ ആയിരുന്നു, പെട്ടെന്ന് ഞാൻ അങ്ങ് പോയി. ക്യൂ ആയിട്ടുണ്ടായിരുന്നില്ല, മറ്റത് നല്ല രീതിയിൽ ഇടികൊള്ളുന്ന ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ പത്മാവതി ടെമ്പിളിലൊക്കെ പോകുമ്പോൾ 200 രൂപയുടെ ഒരു കൂപ്പൺ എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ സമയമൊക്കെ ഉണ്ട്, ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധാ ക്യൂവിൽ നിന്ന് കയറി പതിയെ സാവകാശം തൊഴുതിട്ട് വരാം. മറ്റേ 200 രൂപയുടെ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി തൊഴുതിട്ട് വരാം. ഏട്ടൻ പറഞ്ഞത് ശരിയാട്ടോ. ക്ലോക്ക് റൂമിൽ ഭയങ്കര തിരക്ക്, ഫോണും ഇതൊക്കെ കൊടുക്കാനായിട്ട്, ബാഗൊക്കെ കൊടുക്കാനായിട്ട് ഭയങ്കര തിരക്ക്. അങ്ങനെ ഞങ്ങൾ കയറി തൊഴുത സമയത്ത് അവിടെ എന്തോ കല്യാണ സെറ്റപ്പായിരുന്നു എന്ന് തോന്നുന്നു. ദേവിയുടെ ഭയങ്കര കൊട്ടും മേളവും, കല്യാണത്തിന് മേളം പോലത്തെ മേളവും ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ദേവിയെ പുറത്തൊക്കെ വെച്ചിട്ട് ഭയങ്കര എന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ തൊഴുതിട്ടാണ് അകത്ത് ദേവിയുടെ അടുത്തേക്ക് പോയത്. എന്താണ് സംഭവം എന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. എന്തായാലും അവിടെ എന്തോ ഒരു വിശേഷ പൂജ നടക്കുകയായിരുന്നു. എല്ലാവരും അതിൻ്റെ മുന്നിലൊക്കെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ആർത്ത് വിളിക്കൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. നമ്മുടെ കല്യാണത്തിന് ഇടുന്ന മറ്റേ പിപി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ദേവിയുടെ കല്യാണം എന്തെങ്കിലും ആയിരിക്കാം, അതിൻ്റെ പൂജ എന്തെങ്കിലും ആയിരിക്കും.
ആണെന്ന് തോന്നുന്നു, അറിയില്ല. പൂജ കഴിഞ്ഞ് അല്ല ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ലെമൺ റൈസോ കേർഡ് റൈസാട്ടോ കൊടുത്തത്. കേർഡ് റൈസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പോയി വാങ്ങുന്നുണ്ട്. ആ കേർഡ് റൈസ് വാങ്ങാനായിട്ട് ഒരു ചെറിയ ക്യൂ ഉണ്ട്. കാരണം എല്ലാവരും തൊഴുതിറങ്ങുന്ന 200 രൂപ കൂപ്പൺ വാങ്ങുന്നവരും അല്ലാത്തവരും ഒക്കെ തൊഴുതിറങ്ങിയിട്ട് ഒരു ലൈനിൽ നിന്നാണ് ആ ഒരു നമ്മുടെ ടൊമാറ്റോ റൈസ് അല്ലല്ലോ, കേർഡ് റൈസ്, തൈര് സാദം വാങ്ങിയത്. അത് മിക്കവാറും ഉള്ള അമ്പലങ്ങളിൽ ഇങ്ങനെ പ്രസാദമായിട്ട് കൊടുക്കും കേട്ടോ. മീൻസ് ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ള അമ്പലങ്ങളിൽ ഇങ്ങനെ തൈര് സാദം, ലെമൺ റൈസ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കൊടുക്കും. നമ്മളിവിടെ പൊങ്കാല കൊടുക്കുന്നത് പോലെ അവിടെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അതൊരു പതിവുണ്ട്, ഒരു ശീലം പല അമ്പലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതൊരു മീനാക്ഷി അമ്മൻ കോവിലൊക്കെ പോയപ്പോൾ ഇതുപോലെ നമുക്ക് ലെമൺ റൈസൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേർഡ് റൈസാണ് കിട്ടിയത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത്. അത് ഞാൻ വേസ്റ്റ് ചെയ്യാറില്ല, മാക്സിമം കഴിക്കും. അപ്പോൾ നമ്മൾ ഈ 200 രൂപ കൂപ്പൺ എടുക്കുമ്പോൾ നമുക്ക് ഓരോ കൂപ്പണിനും ഓരോ ലഡു ഫ്രീ ആണ്. അങ്ങനെ അവിടുന്ന് 2 ലഡു കിട്ടി. ലഡു വാങ്ങാനും അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആ ലഡു പക്ഷേ നമ്മുടെ തിരുപ്പതി ടെമ്പിളിലെ തിരുമല ബാലാജി ഭഗവാന്റെ അവിടുത്തെ ലഡുവിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ല, ആ ഒരു ടേസ്റ്റ് ഈ ലഡുവിന് ഉണ്ടായിരുന്നില്ല. അതിൽ ചെറിയ ചെറിയ ഉണ്ടയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് മാവ് കണക്ക് ഭയങ്കരമായിട്ട് മിക്സ് ആയിരിക്കുന്ന ലഡു കേട്ടോ. ഈ ലഡു അപ്പോൾ 200 രൂപ കൂപ്പൺ അല്ലെങ്കിൽ എന്തെങ്കിലും കൂപ്പൺ എടുക്കുന്നവർക്ക് ഓരോ കൂപ്പണിനും ഓരോ ലഡു ഫ്രീ ആണ്. അല്ല എങ്കിൽ പൈസ കൊടുത്ത് തന്നെ ലഡു വാങ്ങണം. ഇവിടുത്തെ ലഡു എനിക്ക് അത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല. പക്ഷേ നമ്മുടെ ബാലാജി ഭഗവാന്റെ ലഡു ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇപ്പം എന്തോ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ആ ലഡു ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുറേ ലഡു എല്ലാം വാങ്ങി വെച്ച് എല്ലാവർക്കും കൊടുക്കാനായിട്ട്. പക്ഷേ വീടെത്തിയപ്പോൾ ലഡു എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശക്കുമ്പോഴൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ. പത്മാവതി ടെമ്പിളിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കാളഹസ്തിയിലേക്കാണ് വന്നത്. അവിടെ നിന്നൊരു 30 കിലോമീറ്റർ എന്തോ ഉണ്ട് കേട്ടോ കാളഹസ്തിയിലേക്ക്. ഇവിടെ ഭയങ്കര ഒരു മെയിൻ അട്രാക്ഷനാണ് ആ പാർവതിയുടെയും ശിവൻ്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത്. അങ്ങ് മുകളിലൊക്കെ അമ്പലമുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാളഹസ്തി, ഇത് ആ താഴെ ഇരിക്കുന്നതാണ് മെയിൻ കാളഹസ്തി ടെമ്പിൾ. അവിടെ ജസ്റ്റ് ഒന്ന് കയറി തൊഴുതു എന്ന് മാത്രമേ ഉള്ളൂ. മുകളിലോട്ടൊന്നും പോയില്ല, അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് മറ്റു സൈഡാണ്. നമ്മളിത് കാർ പാർക്കിങ്ങിന് മാപ്പിട്ട് വന്നപ്പോൾ കിട്ടിയ കാർ പാർക്കിങ്ങിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഈ ഒരു സൈഡെന്ന് പറയുന്നത്. അങ്ങനെ ഈ കാളഹസ്തിയിൽ വന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ജസ്റ്റ് കാളഹസ്തിയിൽ ഭഗവാനെ മാത്രം തൊഴുതിട്ട് ഇറങ്ങി, വിറങ്ങും പോയില്ല. അപ്പോൾ ഇവിടെ ഗോശാലയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗോശാലയെല്ലാം കാണണം. ഇവിടെ പാതാള ഗണപതി എന്ന് പറഞ്ഞിട്ടൊരു ഗണപതി ഉണ്ട്, ഗണപതിനെ കാണണം എന്നൊക്കെ പിന്നീടുള്ളൊരു അറിവാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിസ് ചെയ്യാണ്ട് ഇപ്രാവശ്യം കാണണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ വന്നു. കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് ഇവിടുന്ന് തിരികെ പോയത്. എല്ലാം കംപ്ലീറ്റ് കണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് എടുത്തു. അമ്പല പരിസരം വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാളഹസ്തിയിൽ വന്നാൽ ഞാൻ ഇപ്പോഴും എനിക്ക് കിട്ടുന്ന അറിവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ പാതാള ഗണപതിയുടെ കാര്യമൊന്നും എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും കിട്ടിയൊരു അറിവ്, ഈ പാതാള ഗണപതിയെ കണ്ട് തൊഴുത ശേഷം മാത്രമേ നമ്മൾ കാളഹസ്തിയിലെ മെയിൻ ഭഗവാനെ തൊഴാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഇപ്പോഴും എനിക്ക് കിട്ടിയൊരു അറിവ് കേട്ടോ. പക്ഷെ ഇപ്പം നമ്മൾ പോയപ്പോഴും ആദ്യം ഭഗവാനെ കണ്ട ശേഷമാണ് ഈ പാതാള ഗണപതിയെ കണ്ടത്. പാതാള ഗണപതി ഉണ്ടെന്നുള്ളത് പ്രകാശേട്ടൻ പറഞ്ഞിട്ടാണ്, ദീപചേച്ചിയുടെ പ്രകാശേട്ടൻ പറഞ്ഞിട്ടാണ് അറിയുന്നത് കൂടി. അങ്ങനെ ഞങ്ങൾ പാതാള ഗണപതിയും കണ്ടു. പക്ഷേ ഭഗവാനെ കണ്ട ശേഷമാണ് പാതാള ഗണപതിയെ കണ്ടത്. ശരിക്കും പാതാള ഗണപതിയെ കണ്ടിട്ട് വേണം ഭഗവാനെ കാണാനായിട്ട്. പാതാള ഗണപതി എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം കേട്ടോ. അതിന് ഇത്തിരി ലോങ് ക്യൂ നിൽക്കേണ്ടി വരും. കാരണം ഗണപതി ഇരിക്കുന്നത് ഒരു കുഴിയിലാണ്, എത്രയോ അടി താഴ്ചയിലാണ് ഗണപതി ഇരിക്കുന്നത്. ഒരു 25ഓളം കുത്തനെയുള്ള സ്റ്റെപ്സ് ഇറങ്ങുക. ഒരു സമയം 5ഓ 10ഓ പേർക്ക് കൂടുതൽ ഇറങ്ങാൻ പറ്റത്തില്ല. അവരിറങ്ങി ഭഗവാനെ ഗണപതിയെ തൊഴുതിന് ശേഷം മാത്രം, അവർ മുകളിൽ കയറിയ ശേഷം മാത്രമേ അടുത്ത 10 പേർക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള ഒരു ഇതാണ് പാതാള ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും കാളഹസ്തിയിൽ വന്നാൽ ആദ്യം പാതാള ഗണപതിയെ കണ്ട ശേഷം ഭഗവാനെ കാണുക. കാളഹസ്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശരിക്കും പറയുന്നത് ശ്രീ കാളഹസ്തി എന്നാണ് പറയുന്നത്. ശ്രീ എന്ന് പറഞ്ഞാൽ ചെലന്തിയും, കാള എന്ന് പറഞ്ഞാൽ സർപ്പവും, ഹസ്തി എന്ന് പറഞ്ഞാൽ ആനയും. അങ്ങനെയാണ് അവർ പറയുന്നത്. മെയിനായിട്ട് ഇവിടെ ശനി, സർപ്പദോഷം അതിൻ്റെയൊക്കെ പൂജകളാണ് ചെയ്യുന്നത്. ഇവിടെ വന്നാൽ പൂജ ചെയ്താൽ വേറൊരു അമ്പലങ്ങളിലും ഇറങ്ങാൻ പാടില്ല, ഒരു സ്ഥലത്തും ഇറങ്ങാൻ പാടില്ല, നേരെ വീട്ടിലേക്ക് തന്നെ പോവുക. ഇട്ടുകൊണ്ട് വരുന്ന വസ്ത്രം വരെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക എന്നുള്ളൊരിതും ഞാൻ കേട്ടിട്ടുണ്ട്. എത്രത്തോളം അതിൽ സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് കേട്ടുള്ള അറിവാണ്. ഞങ്ങളിവിടെ പൂജയൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഭഗവാനെ തൊഴാനായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടുത്തെ ഭഗവാന്റെ ഒരു വിഗ്രഹമല്ല, നമ്മൾ സാധാരണ അമ്പലങ്ങളിലൊക്കെ ശിവലിംഗമായിട്ടല്ലേ കാണുന്നത്. ഇവിടുത്തെ ശിവലിംഗത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഭയങ്കര ഇങ്ങനെ
നീളത്തിനിരിക്കുക. അത് ശിവലിംഗമാണോ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. അതിൽ ചിലന്തിയുടെയും സർപ്പത്തിൻ്റെ ആനയുടെയൊക്കെ രൂപം കൊത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഭയങ്കര ഒരു അത്ഭുതമുള്ള ഒരു കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകത തോന്നുന്ന ഒരു ഇതാണ് ശിവലിംഗത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇവിടെയും ഞങ്ങൾ 200 രൂപയോ 300 രൂപയുടെ ഒരു കൂപ്പൺ എടുത്തിട്ടാണ് അകത്തേക്ക് കയറിയത്. അതിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭഗവാന്റെ അടുത്തെത്തുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചായിട്ട് ചെറിയൊരു തിരക്കുണ്ടാവും. എങ്കിലും അധികം ക്യൂ ഉണ്ടായിരുന്നില്ല. ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കുക, താഴെ കുറേ കള്ളന്മാരുണ്ടാവും. ഞങ്ങൾ കൊണ്ടുപോയി തൊഴിയിക്കാം. ദർശനത്തിന് ഭയങ്കര ക്യൂ ആണ്. 200 രൂപ ടിക്കറ്റ് എടുത്താലും 300 രൂപ ടിക്കറ്റ് എടുത്താലും ഒക്കെ ക്യൂ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ പറ്റിച്ച് കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് അവരുടെ അടുത്ത് പോവാണ്ട് നേരെ ദർശനം പതുക്കെ മതി, ക്യൂവിലൊക്കെ നിന്ന് സാവകാശം മതി, ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാം. ഇല്ലെങ്കിൽ 200 രൂപ കൂപ്പണൊക്കെ കിട്ടും. 200 രൂപ 300 രൂപ അങ്ങനെയൊക്കെയുള്ള കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ എടുത്ത് കണ്ടാൽ മതി കേട്ടോ. അല്ലാതെ അവർ പറയുന്നതും കേട്ടോ ഒരാൾക്ക് ഇത്ര രൂപ വെച്ച് തന്നാൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി തൊഴിയിക്കാം, ഒരു തടസ്സമില്ലാണ്ട് തൊഴിയിക്കാം എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തരമാണ്. നമ്മളതിൻ്റെ പുറകെ പോയത് ഞങ്ങൾക്ക് ആ അബദ്ധം പറ്റിയിട്ടുള്ളത് കൊണ്ട് പറയുകയാണേ. അങ്ങനെ നമ്മൾ കാളഹസ്തിയിൽ എല്ലാം തൊഴുതു ഇറങ്ങി. കഴിഞ്ഞ പ്രാവശ്യം തൊഴുതിട്ട് ഇപ്രാവശ്യം ശരിക്കും വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും ഒന്നും തൊഴുതില്ല. ജസ്റ്റ് ഇവിടെ മാത്രമേ തൊഴുതുള്ളൂ. ഇവിടെ എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ട് ഈ പാതാള ഗണപതിയുടെ കാര്യം ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും കൂടെ വന്ന് ഫുൾ കവർ ചെയ്തിട്ടേ പോകത്തുള്ളൂ എന്ന് കരുതി ഞങ്ങൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. കാരണം പാതാള ഗണപതിയുടെ അവിടെ എനിക്ക് തോന്നുന്നു ഒരു 1 അവറെങ്കിലും ഞങ്ങൾ എടുത്തിട്ടുണ്ടാവും. നല്ല ക്യൂ ഉണ്ട്. അതിന് എത്ര ഇതാണേലും ഞാൻ പറഞ്ഞില്ലേ 10 പേര് ഇറങ്ങി അവർ തൊഴുത് തിരിച്ച് മുകളിലേക്ക് കയറിയാൽ മാത്രമേ അടുത്ത 10 പേര് വിടത്തുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഗണപതിയെ കണ്ടിട്ടേ ഭഗവാനെ കാണാൻ പോകാവൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കുണ്ടായിരുന്നു. അവിടെ ഞങ്ങളൊരു 1 അവർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി, നല്ല ഉച്ചയായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടെയും 11 മണിയൊക്കെ ആകുമ്പോൾ അന്നദാനം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. പത്മാവതി ടെമ്പിളിലും 11 മണിക്ക് അന്നദാനം സ്റ്റാർട്ട് ചെയ്യും. ഉച്ചയ്ക്ക് മാത്രമേ ഭക്ഷണം ഉള്ളൂ എന്ന് തോന്നുന്നു, രാവിലെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു, അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴേക്കും അവിടെ പശുവിനെയൊക്കെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗോമാതാവിനെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങാം. അങ്ങനെയുള്ളൊരു കുറിയെ കഴിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ പശുക്കുട്ടന്മാരെ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്. നല്ല വെള്ള ഗോമാതാക്കൾ നല്ല കുറിയൊക്കെ അടിച്ച് നല്ല സുന്ദരി കുട്ടികളായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് അനുഗ്രഹമൊക്കെ ഇങ്ങനെ തൊട്ട് ഒന്ന് കണ്ണിലൊക്കെ വയ്ക്കാം. അവരൊന്നും പറയത്തൊന്നുമില്ല കേട്ടോ. എല്ലാവരും വന്നിങ്ങനെ തൊട്ട് കണ്ണിലൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളും ആ ഒരു ഇത് ചെയ്തു, കണ്ണിലൊക്കെ തൊട്ടിങ്ങനെ വെച്ചു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട്. അതിനെപ്പറ്റി കഴിഞ്ഞ പ്രാവശ്യം അറിയില്ലായിരുന്നു. ശരിക്കും ഈ കാളഹസ്തിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു വേ ആണ് എൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഞങ്ങൾ അപ്പുറം വഴിയാണ് വന്നത്. ഞങ്ങളുടെ കാർ അവിടെ പാർക്ക് ചെയ്തേക്കുന്നുണ്ട്. അതിൻ്റെ എൻട്രൻസ് അതായിരുന്നു കൊണ്ടാണ് അതുവഴി വന്നത്. ഇതാണ് ശരിക്കും കാളഹസ്തി ടെമ്പിളിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഒന്ന് പറയുമ്പോൾ ഭയങ്കര ഭീകര തിരക്കൊന്നുമല്ല, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതുവഴി തന്നെയാണ് മുകളിലേക്കൊരു വഴിയുണ്ട്. മുകളിലൊരു അമ്പലമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, അതിൻ്റെ പകുതി ദൂരം വരെ കാറ് പോകും. കാറിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടന് വയ്യ. ഇവിടെയും എത്രയോ സ്റ്റെപ്സ് ഉണ്ട്, 900 എന്തോ സ്റ്റെപ്സ് ഉണ്ട്. നല്ല വെയിലായ സമയം ഒരു 10-11 മണി കേട്ടോ. എനിക്ക് വയ്യ. ഞാൻ അന്ന് തിരുപ്പതി പോയപ്പോൾ ഞങ്ങൾ ചെരുപ്പിടാതെ നടന്ന് കാല് പൊള്ളിയ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനില്ല, നമുക്കല്ലെങ്കിൽ കാറ് പോകാൻ തുടങ്ങിയിട്ട് കേൾക്കില്ല. ഞാൻ പറഞ്ഞു ഏട്ടൻ ഭയങ്കര ത്രില്ല് നിൽക്കുകയാണ്, പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഏട്ടൻ പോയി ഒരു കാര്യം ചെയ്യും, എനിക്കിവിടെ വീഡിയോ എടുത്തിട്ട് വാ, ഏട്ടൻ പൊയ്ക്കോ, വേദയും പോകാൻ ഭയങ്കര വേണം, അമ്മ വാ അമ്മ, ഈ അമ്മയാണ് തിരുപ്പതിയിൽ സ്റ്റെപ്പ് കയറി പോകാൻ പോകുന്നത്, വാ. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒട്ടും വയ്യ. കാരണം ഇത്രയും സ്റ്റെപ്സും കയറണം, നല്ല വെയിലുണ്ട്, ആകെ ടയേർഡാവും. എനിക്ക് ഇന്നലത്തെ ക്ഷീണമുണ്ട്, തിരുപ്പതിയിൽ ഫുൾ കറങ്ങി നടന്നതിൻ്റെ ആ ഒരു ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നിനും വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും മോളും കൂടി മുകളിലത്തെ അമ്പലത്തിലേക്ക് പോവാണ്. ഈ മുകളിലെന്തോ കണ്ണപ്പസ്വാമിയുടെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കണ്ണപ്പസ്വാമി എന്ന് പറയുന്നത് നമ്മുടെ കാളഹസ്തി ഭഗവാൻ ശിവൻ്റെ ഒരു വിഗ്രഹം ഒരു കാട്ടാളനെന്തോ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ആ വിഗ്രഹത്തിൽ നിന്ന് കണ്ണിൻ്റെ ഭാഗത്തുനിന്ന് ബ്ലഡ് വരുന്നത് കണ്ടിട്ട് ഈ കാട്ടാളൻ ഒരു കണ്ണിനെ എടുത്ത് ആ വിഗ്രഹത്തിൽ വെച്ചപ്പോൾ മറ്റേ കണ്ണിൽ നിന്ന് ബ്ലഡ് വരുന്നു. അങ്ങനെ മറ്റേ കണ്ണും എടുത്ത് വെച്ച് കൊടുത്തു. അങ്ങനെ എന്തോ അനുഗ്രഹം കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വലുതായിട്ട് കൂടുതലായിട്ട് പറയാൻ അറിയത്തില്ല. അപ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യം പറഞ്ഞതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരിതാണ്, കണ്ണപ്പ സ്വാമിയുടെ ഒരിതാണ് മുകളിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണപ്പൻ്റെ കാര്യമൊക്കെ ഏട്ടൻ വന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മുകളിൽ പോകേണ്ടതായിരുന്നു എന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു പശ്ചാത്താപം തോന്നുന്നുണ്ട് കേട്ടോ.
നല്ല രസമുണ്ടല്ലേ, അവിടെ നിന്ന് നല്ല വ്യൂ കാര്യങ്ങൾ അമ്പലത്തിൻ്റെ ഫുൾ കാണാൻ പറ്റുന്നുണ്ട്. കുഞ്ഞു മക്കൾ വരെ കയറി പോയിട്ടൊക്കെ വരുന്നുണ്ട്. അതൊരു കാര്യമുണ്ട് കേട്ടോ, അവരിന്ന് മാത്രമല്ലേ പോകുന്നുള്ളൂ. ഇന്നലെ ഞാൻ തിരുപ്പതിയിൽ ഉച്ചയ്ക്ക് ഫുൾ വെയിലത്ത് നടന്ന് എൻ്റെ കാല് ഫുൾ പൊള്ളി പോയിട്ട്, ചെരുപ്പിടാണ്ട് നടന്ന് ടാറിൻ്റെ മുകളിൽ കൂടെ നടന്ന് എൻ്റെ കാല് ഫുൾ പൊള്ളി. ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ കയറാത്തത്. പിന്നെ ഇത്രയും സ്റ്റെപ്സൊക്കെ കയറണം, എന്നെ കൊണ്ട് പറ്റത്തില്ല, സത്യമായിട്ടും എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ അവിടെ മടിച്ചിരുന്നത്. അല്ലെങ്കിൽ കാറ് പകുതി വരെ പോകുമെന്ന് പറഞ്ഞു, എന്നാൽ അതിൽ പോകുമെന്ന് പറഞ്ഞാൽ അതും കേൾക്കത്തില്ല, ഏട്ടന് വൈബ് കിട്ടത്തില്ല. അങ്ങനെ അച്ഛനും മോളും കൂടെ വൈബ് ഉണ്ടാക്കാൻ പോവുകയാണേ. മുകളിൽ കയറണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് മടിച്ചു. അപ്പോൾ എന്തായാലും അവർ പോവുമല്ലേ വീഡിയോയിൽ നമുക്ക് കാണാമെന്ന് കരുതി ഞാനങ്ങനെ താഴെ വെയിറ്റ് ചെയ്തു. ഇനി ഒരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നമുക്ക് ഇവിടേക്ക് പോകാനുള്ളത്. പക്ഷേ എന്തോ എനിക്ക് അപ്പോഴും പോകാനായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് പോയില്ല. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ മാങ്ങ, വെള്ളരിക്ക, പേരയ്ക്ക, പപ്പായ ഒക്കെ ഇങ്ങനെ വച്ചിട്ടുണ്ട്. കണ്ടോ സ്റ്റെപ്സ് കണ്ടോ, അത്രയും നടന്ന് ഞാൻ ശരിക്കും തളർന്നു പോവില്ലേ. വെയിലും ഉണ്ട്, പിന്നെ മരങ്ങളൊക്കെ നിൽപ്പുള്ളതുകൊണ്ട് വലിയ വെയിലില്ല അല്ലേ, തണലൊക്കെ ഉണ്ടായിരുന്നു. വേദവരം കുഴപ്പമില്ലായിരുന്നു, മരങ്ങളുണ്ടായിരുന്നു, ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. കാലൊന്നും പൊള്ളിയില്ല എന്നൊക്കെ വേദ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അച്ഛനും മോളും കൂടെ മുകളിലെല്ലാം ഫുൾ കംപ്ലീറ്റ് കയറി അവിടുത്തെ വീഡിയോസ് എല്ലാം, എന്തായാലും വീഡിയോസ് എനിക്ക് എടുത്തുകൊണ്ട് തന്നായിരുന്നു കേട്ടോ, ഒന്നും മടിയൊന്നും കൂടാതെ ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ കാളഹസ്തി താഴത്തെ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ മുകളിലേക്കുള്ള വഴിയുള്ളത് കേട്ടോ. പക്ഷെ കാറ് പോകുന്ന റോഡ് അത് വേറെ ഏതോ വഴിയാണ്. അവിടെ ഇരുന്ന ആളെനിക്ക് ആ ഒരു ലൊക്കേഷനൊക്കെ ഇട്ട് തന്നായിരുന്നു. അപ്പോൾ ഏട്ടനെ സ്റ്റെപ്പ് തന്നെ കയറണമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത് കേട്ടോ. ഇവിടെ ഈ ഒരു കുഞ്ഞൊരു അമ്പലം, ഒരു ചെറിയൊരു സെറ്റപ്പ്, പക്ഷെ ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത് വേറൊരു രസം ആണ് എന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അമ്പലത്തിനെക്കാട്ടി ഇവിടുത്തെ ഒരു കാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ഭംഗി. ഇത് നോക്കി, അമ്പലവും അമ്പലത്തിൻ്റെ പരിസരവും നല്ല ഭംഗിക്ക് നല്ലൊരു വ്യൂ ആയിട്ട് നമുക്ക് കാണാം. അത് തന്നെ കേട്ടോ അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്, അത് തന്നെയാണ്. നമ്മൾ കാളഹസ്തിയിൽ താഴെ എത്തുമ്പോൾ കാണുന്ന ഒരു മെയിൻ അട്രാക്ഷനാട്ടോ ഈ ഒരു ശിവൻ്റെയും പാർവതിയുടെയും ഒരു രൂപം, കുത്തുരൂപം അങ്ങനെ ഉണ്ട്. അവിടെയാണ് ഇപ്പം വേദയും ഏട്ടനും നിൽക്കുന്നത്. അവിടെ വന്നതെല്ലാം കണ്ട് തൊഴുത് എനിക്ക് വീഡിയോ എല്ലാം എടുത്തുകൊണ്ട് തന്നു. വേദ ടയേർഡായെന്ന് തോന്നുന്നിട്ടൊരു സൈഡിൽ അങ്ങനെ ഇരിക്കണം. തിരിച്ച് വന്നപ്പോൾ ആളിച്ചിരി ഒന്ന് ടയേർഡായിട്ടോ വേദ. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടോ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വേദ ചെറുതായിട്ടൊന്ന് ടയേർഡായിട്ടുണ്ടാവണം, അതാണ് മിണ്ടാതിരുന്നത്. ഇവിടെ എന്തോ ആണ് കണ്ണപ്പ സ്വാമിയുടെ ഒരു എന്തോ ആണ്, പ്രതിഷ്ഠ പോലെ എന്തോ ആണ്. ഏട്ടൻ പറഞ്ഞു കണ്ണപ്പ സ്വാമിയുടെ കാര്യമൊക്കെ വന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഏട്ടനോട് ചോദിക്കാമെന്ന് വെച്ചപ്പോൾ ഏട്ടനും എടുത്തില്ല കേട്ടോ. ഇവിടെ ഒരു പൂജാരി സ്വാമി ഇരിപ്പുണ്ട്, അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു എന്നാണ് വേദയും ഏട്ടനും പറഞ്ഞത്. വേദയോട് ചോദിച്ചപ്പോൾ വേദയും മറന്നു കേട്ടോ. അതുപോലെ ഇവിടെയും നിറയെ ഇങ്ങനെ കല്ല് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ സംഭവം എന്ന് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ. എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷെ അതിൽ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു. വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് വീട് എനിക്കുണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വയ്ക്കുന്നതാണ് ഈ കല്ലിങ്ങനെ അടുക്കി എന്നാണ് ഒരുപാട് കമൻറ്റ്സ് കണ്ടായിരുന്നു. അതൊരു പുതിയ അറിവാട്ടോ, എനിക്കറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ ഞാൻ കരുതി മിക്കവാറും ഈ തമിഴ്നാട്, ഈ ആന്ധ്ര ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേക്കും കൂടുതലും സ്ഥലങ്ങളിൽ ഇങ്ങനെ കല്ല് അടുക്കി വെച്ചിരിക്കും, അമ്പലങ്ങളിൽ കല്ലിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അതെന്താ സംഭവം എന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലാക്കിയത് എന്താണ് സംഭവം എന്നുള്ളത്. ഇതാട്ടോ ശരിക്കും പാർവതിയുടെയും ശിവൻ്റെയും ആ ഒരു രൂപം എന്ന് പറയുന്നത്. കണ്ടോ, നിറയെ കല്ലിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ആന്ധ്ര സൈഡിലേക്ക് വരുമ്പോൾ ഉള്ള മിക്കവാറും ഉള്ള അമ്പലങ്ങളിൽ ഞാനിത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കല്ലടുക്കി വെച്ചിരിക്കുന്നത്. ശരിയാണ് കേട്ടോ, അത് വീടിന് വേണ്ടിയിട്ടായിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് തന്നെ ആയിരിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തത് കൊണ്ട് മിക്കവാറും നമ്മുടെ തിരുപ്പതി പോയി വന്നതിൻ്റെ വീഡിയോസ് കഴിയും. മാക്സിമം ഇന്ന് നാളെ കൊണ്ട് കഴിയും കേട്ടോ. അത്രയ്ക്കേ ഉള്ളൂ. ഇനി നമ്മൾ വേളാങ്കണ്ണി പോയി പിന്നെ തഞ്ചാവൂർ പോയി, ആ ഒരു 2 വീഡിയോ ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അധികം ആർക്കും കാണാൻ താല്പര്യമില്ല നമ്മുടെ യാത്ര പോയ വീഡിയോസൊന്നും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ 2 വീഡിയോസൊക്കെ ഇട്ട് മാക്സിമം അങ്ങ് പെട്ടെന്ന് തീർക്കാമെന്ന് കരുതിയത്. കൂടുതലും വീട്ടിലെ വിശേഷം കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഈ ഒരു പൂജാരിയാണ് കണ്ണപ്പ സ്വാമിയെ പറ്റിയൊക്കെ എന്തൊക്കെയോ ഏട്ടനോട് പറഞ്ഞത് കേട്ടോ. എന്താണെന്ന് ഞാൻ മറന്നുപോയി, ഏട്ടനും ഇല്ല ചോദിക്കാനായിട്ട്. അങ്ങനെ വേദയും ഏട്ടനും കൂടി അവിടെ എല്ലാം കയറിയ ശേഷം പതുക്കെ താഴേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാവരും അവിടെ അമ്പലത്തിൽ വരുന്നവരെല്ലാവരും ഇതുവഴി മിക്കവാറും ഉള്ളവർ നടന്ന് തന്നെയാണ് കേട്ടോ കയറുന്നത്. ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് തൊഴുതിട്ട് തന്നെയാണ് പോകുന്നത്. എനിക്കൊട്ടും വയ്യാത്തതുണ്ട് കേട്ടോ, ശരിക്കും എനിക്ക് വയ്യാത്തതുണ്ട്. നമ്മൾ പറ്റാത്ത കാര്യം ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ പകുതി വഴിയിലായിപ്പോൾ. അതുകൊണ്ടാണ് വേണ്ട, മനസ്സിൽ ഉണ്ട്, അവിടെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ അത് സാധിക്കാമെന്നുള്ളൊരു രീതിയിൽ അതങ്ങ് അവിടെ വച്ചു കേട്ടോ.
എനിക്ക് വേണ്ടി വേദയാട്ടനും പോയല്ലോ, അത് മതി. ഇതിൽ വീഡിയോസിൽ കാണുമ്പോൾ നല്ല ഭയങ്കര ഒരു ഇത് തോന്നുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, കയറാത്തത് മോശമായിപ്പോയി എന്നുള്ളത്. ഇവിടെയൊക്കെ എന്തൊക്കെയോ സർപ്പപൂജയും സർപ്പത്തിന് വേണ്ടിയിട്ടുള്ളതും ഒക്കെ എന്തൊക്കെയോ സെറ്റപ്പുകളുണ്ട് കേട്ടോ. ഇതൊന്നും നമുക്ക് എന്താണെന്ന് അറിയില്ല. ഇവിടെ മെയിനായിട്ടും സർപ്പപൂജയുടെയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ അച്ഛനും മോളും കൂടി മുകളിൽ കയറിയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. വന്നപ്പോൾ ഞാൻ പേരയ്ക്ക വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. വേദയ്ക്ക് ഈ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് ഇങ്ങനെ മുളകൊക്കെ ഒഴിച്ചിട്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പേരയ്ക്ക അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പേരയ്ക്ക വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വേദയ്ക്ക് പേരയ്ക്ക കൊള്ളായിരുന്നു. ആ ഉപ്പ് മുളക് ഇട്ടപ്പോൾ ആ പേരയ്ക്കയുടെ ടേസ്റ്റ് പോയിട്ടോ. പക്ഷെ മാങ്ങ വാങ്ങി വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു, മുകളിൽ പോയപ്പോൾ വേദ ബഹളമായിരുന്നു, പേരയ്ക്കയും മാങ്ങയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കറിയാം അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ അതിൻ്റെ 2-3 പീസൊക്കെ ഞാനിങ്ങ് വാക്കിയകത്താക്കി. എനിക്ക് അത് കഴിക്കാൻ തോന്നിയിട്ട് അങ്ങനെ എടുത്തു. പക്ഷേ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഉപ്പും മുളകും ഇട്ടപ്പോഴേക്കും. മാങ്ങയാണ് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് ടേസ്റ്റ്. പേരയ്ക്ക സാധാ കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ റെസ്റ്റ് എടുത്ത് പേരയ്ക്കൊക്കെ വാങ്ങിച്ച് കുറച്ചൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ 2 പേരും കൂടി ഇങ്ങ് എത്തി. ഇനി നമുക്ക് പാതാള ഗണപതിയെ കാണണം. അറിയത്തില്ലായിരുന്നു ആദ്യം പാതാള ഗണപതിയെ കാണണമെന്നുള്ളത്. ഇപ്പോഴാണ് അറിയുന്നത്. ആദ്യം പാതാള ഗണപതിയെ കണ്ട ശേഷമാണ് ഭഗവാനെ കാണാനെന്നുള്ളത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കാളഹസ്തി അമ്പലത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടെന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരുന്നത് അപ്പുറ സൈഡ് തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഈ മുകളിലത്തെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് വന്നപ്പോഴാണ് ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കിയത് ഇതാണ് ഫ്രണ്ടെന്ന് കേട്ടോ. മറ്റേത് കാർ പാർക്കിങ്ങിൻ്റെ സൈഡിൽ വരുമ്പോൾ ഉള്ളൊരു എൻട്രൻസ് ആയിരുന്നു. എന്തായാലും അവിടെ നിന്ന് നമ്മൾ നേരെ പാതാള ഗണപതിയെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ പലരോടും ചോദിക്കുന്നുണ്ട്, ഗണപതി ഇവിടെ ചോദിക്കുമ്പോൾ ഇവിടെ നിറയെ ഗണപതിയുടെ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. ഓരോരുത്തർ ഓരോ സൈഡായിട്ട് കാണിച്ചു തരും. അവിടെ ചെന്ന് കറങ്ങും, ഇവിടെ ചെന്ന് കറങ്ങും. അപ്പോൾ പ്രകാശനാണ് പറഞ്ഞത് ഇവിടെ ഉണ്ട്, കാളഹസ്തിയിലാണ് പാതാള ഗണപതി. ചേട്ടൻ പറഞ്ഞത് നിലവറ ഗണപതി എന്നാട്ടോ. അപ്പം ഞങ്ങൾ അതാണ് ചോദിച്ചുകൊണ്ടിരുന്നത്, നിലവറ ഗണപതി ഗണപതി എവിടെയെന്ന്. അപ്പോൾ ഓരോരുത്തരും ഗണപതിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കാണിച്ച് തരും. അങ്ങനെ കറങ്ങി നടന്നപ്പോഴേക്കും ഒരു ബോർഡ് കണ്ടു, പാതാള ഗണപതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ ചെന്ന് കുറേ സമയം ക്യൂ നിന്നപ്പോൾ ഇവിടെ കുറേ മലയാളീസിനെ കണ്ടു കേട്ടോ. നമുക്ക് തിരുപ്പതിയിൽ അത്രയും മലയാളീസിനെ കണ്ടില്ല. ഇവിടെ പക്ഷേ നിറയെ മലയാളീസിനെ കണ്ടു. അപ്പോൾ ആ ക്യൂവിലൊക്കെ നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടു. കുറേ സമയം നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇവിടെയും കാലെല്ലാം പൊള്ളുന്നുണ്ട്. പക്ഷെ അവർ മാറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. ആ മാറ്റും ചൂടായി കിടക്കുകയാണ്. ഞങ്ങളും ഓരോ ഗണപതിയുടെ പ്രതിഷ്ഠ കാണുമ്പോഴും തെറ്റിദ്ധരിച്ചിട്ട് ഇതായിരിക്കും ആ ഗണപതി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതല്ലായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ അല്ലേ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് വന്നു കേട്ടോ. അങ്ങനെ പോയപ്പോൾ ഒരു നീണ്ട ക്യൂ കണ്ടു. അപ്പോഴാണ് അവിടെ എഴുതി വെച്ചിരുന്നത് പാതാള ഗണപതി എന്ന് കേട്ടോ. പിന്നെ ആ ക്യൂവിൽ കയറി നിന്ന് കുറേ സമയം നിന്ന് ഞങ്ങളൊരു 10 പേര് ഇതാണ് ഗണപതി ഇരിക്കുന്ന സ്ഥലം. ഇവിടേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് വീഡിയോ പോലും ശരിക്കും എടുക്കാൻ പറ്റത്തില്ല. ഒന്ന് ചരിഞ്ഞാൽ താഴെ കിടക്കും കേട്ടോ. അത്രയ്ക്ക് ഇതാണ്. അവിടെ നിന്ന് കുനിഞ്ഞൊക്കെയാണ് ഇറങ്ങി വരേണ്ടത് കേട്ടോ. കുറച്ച് പാടാണ്, ഹൈറ്റൊന്നുള്ളവരെ കൊണ്ട് പറ്റത്തില്ല. ഞാനും ഏതൊക്കെ കൂളായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ എത്രയോ അടി താഴത്തിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു ഗണപതിയാണ് പാതാള ഗണപതി. അവിടുത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗണപതിയെല്ലാം തൊഴുതിട്ട്, ഗണപതിയായിട്ടോ ലാസ്റ്റ് തൊഴുതിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. ഇവിടെയും ജലപ്രസാദം എന്ന് പറഞ്ഞ് ഫിൽറ്റർ ചെയ്ത വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുടിച്ച് നോക്കിയില്ല. അല്ലാതെ ഇവിടെ കുറച്ച് വെള്ളം കൊടുത്തു, അത് ഞാൻ വാങ്ങിച്ചു കുടിച്ചപ്പോൾ അഴുക്ക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് വെള്ളമൊന്നും വാങ്ങി കുടിച്ചില്ല. വെള്ളം മീൻസ് അവിടുത്തെ വെള്ളം കുടിച്ചു നോക്കിയില്ല, കൊള്ളാവോ ഇല്ലെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇവിടെ വന്ന് പൂജയൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പൂജയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കാളഹസ്തിയിൽ വന്നാൽ നേരെ വീട്ടിലേക്ക് വിടുക. ഇറങ്ങാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഭഗവാനെ കണ്ടിട്ട് പോകാനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നിറയെ മലയാളീസ് വരുന്നുണ്ട് കേട്ടോ. ഈ ശനി, രാഹു, സർപ്പപൂജയൊക്കെ ചെയ്യാനായിട്ട് നിറയെ പേര് വരുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ വന്ന് ചെയ്യണമെന്ന് പറയുന്നുള്ളവരാണ് കൂടുതലും വരുന്നത്. അല്ലാതെ അമ്പലത്തിലേക്ക് കാളഹസ്തി കാണാൻ വേണ്ടിയിട്ട് വരുന്നവർ അപൂർവം കേട്ടോ, കുറവാണ്. ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കൂടുതലും വരുന്നത്, പൂജയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ താഴെ ഇറങ്ങിയപ്പോൾ നമ്മുടെ ആ ഒരു എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ ജലഗണപതി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി വെള്ളത്തിലിരിക്കുന്ന ഗണപതി എങ്ങാനാണെങ്കിലും ഒന്ന് എഴുതി കാണാനായിട്ട് ഇറങ്ങിയപ്പോൾ വെള്ളത്തിലിരിക്കുന്നതെന്നല്ല, കുറച്ചൊന്ന് കുഴിയിലിരിക്കുന്ന ഗണപതിയാണ്. ഗണപതിയുടെ അടുത്ത് ചെന്നിരുന്നപ്പോൾ അവിടുത്തെ പൂജാരി തന്നെ കുറിയെല്ലാം തൊട്ട് തരും കേട്ടോ. കുറച്ച് പ്രസാദം എല്ലാം തന്നു. അത് നമ്മുടെ കരിക്കിൻ്റെ വെള്ളമായിരുന്നു കേട്ടോ പ്രസാദം. കരിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ദാഹിച്ച് നിന്നു. കൊടുത്ത വെള്ളം അത്ര ടേസ്റ്റായിട്ട് തോന്നാത്തത് കൊണ്ട് തൊട്ട് താഴെ ഇറങ്ങിയിട്ട് കരിക്കൊക്കെ വാങ്ങി കുടിച്ചായിരുന്നു. എന്നിട്ടാണ് ജലഗണപതിയെ കണ്ടത്. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു. ഞങ്ങൾക്കും പ്രസാദം എല്ലാം ഇട്ട് തന്നു. കുറച്ച് കരിക്കിൻ്റെ വെള്ളമൊക്കെ തന്നു. വേദ കൈ വച്ചിരിക്കുന്നത് വെള്ളം, അതായത് പ്രസാദം ഒഴിച്ചാൽ അങ്ങ് താഴെ പോവും. അതുകൊണ്ട് വേദയുടെ കൈ പിടിച്ചും ഇങ്ങനെ മടക്കിയൊക്കെ വെച്ചിട്ട് സ്വാമി പോയിട്ടിങ്ങനെ തരും കേട്ടോ.
നമുക്ക് പോറ്റി തന്നെ കുറിയെല്ലാം ഇട്ട് തരുന്നുണ്ട്. അങ്ങനെ ഞാനും വേദയും ഏട്ടനും ജലഗണപതിയെ കണ്ട് കുറിയെല്ലാം ഇട്ട് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് എണീറ്റിട്ട് ഇപ്പുറം നോക്കിയപ്പോൾ വലിയൊരു ഗോപുരം കണ്ടു കേട്ടോ. അതിൻ്റെ എന്താണെന്നറിയാം, ഇനി ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിലോ എന്ന് കരുതി അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ ഈ ഒരു ഗോപുരം മാത്രമേ ഉള്ളൂ. അവിടെ പ്രതിഷ്ഠയില്ല, ഒന്നുമില്ല, വെറുതെ ഒരു ഇങ്ങനെ കെട്ടിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പിന്നെ നേരെ വന്നിട്ട് വീണ്ടും വെള്ളം ദാഹം, ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ എന്തോ സോഡ നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മെഷീൻ വെച്ച് സോഡ നാരങ്ങ വെള്ളം പോലെയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കുടിക്കാനായിട്ട് നമ്മളിങ്ങനെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് മധുരം ഇട്ട് പറഞ്ഞു. വേദ ഉപ്പിൻ്റെ ആളാണ് കേട്ടോ. ഉപ്പിട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കത്തുള്ളൂ. ഉപ്പിട്ടൊരു സോഡ നാരങ്ങ വെള്ളം പറഞ്ഞു. ഞാൻ സോഡയല്ല ശരിക്കും പറഞ്ഞാൽ പ്ലെയിനാണ് പറഞ്ഞത്. എനിക്ക് സോഡയൊന്നും ഇഷ്ടപ്പെടത്തില്ല. സോഡയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉപ്പ് പറഞ്ഞു. ഞാൻ സാധാ വെള്ളമാണെന്ന് കരുതിയിട്ടാണ് മധുരം പറഞ്ഞത്. അപ്പോൾ സോഡയായിരുന്നു. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. നല്ല തണുത്ത് ഭയങ്കര ഒരു ആശ്വാസം തോന്നി കേട്ടോ അത് കുടിച്ചപ്പോൾ. അത്രയ്ക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഞാനും ഏട്ടനും വേദയും ഓരോ സോഡ നാരങ്ങ പറഞ്ഞു. അയാൾ ആ പൈപ്പ് തുറന്നപ്പോഴാണ് അതിൽ നിന്നാണ് സോഡ വന്നത് കേട്ടോ. ഒരു മെഷീൻ സെറ്റപ്പൊക്കെയാണ്. എന്തായാലും കൊള്ളാം. നല്ല നീറ്റായിരുന്നു, നല്ല ഹൈജീനിക് ആയിരുന്നു. അതുകൊണ്ട് കുടിക്കാനൊക്കെ തോന്നി കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് കുടിച്ചു. ഇവിടുത്തെ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ച് കുടിക്കുക. അവിടെ വരുന്ന വഴിക്കൊക്കെ നിറയെ മോരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളം ഒരു ഡൗട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ കുടിച്ചില്ല. ഇത് പിന്നെ ഇങ്ങനെ മെഷീനിൽ നിന്നൊക്കെ കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് പിന്നെ ഇവിടെ നിന്ന് തന്നെ കുടിക്കാമെന്ന് എഴുതി ഇവിടെ നിന്ന് വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഫാമിലി വന്നിട്ട് ശ്രീകുട്ടിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, വീഡിയോസൊക്കെ കാണാറുണ്ട്, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടായിരുന്നു ഇങ്ങനെ ശ്രീകുട്ടി തിരുപ്പതി പോകും എന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ശ്രീകുട്ടിയെ പോലെ തോന്നി. മോളിങ്ങനെ പറഞ്ഞ ശ്രീകുട്ടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ വന്ന് നോക്കിയെന്ന് പറഞ്ഞു. ഇതാട്ടോ ഫാമിലി ട്രിവാൻഡ്രത്ത് നിന്ന് വരികയാണ്, വിഴിഞ്ഞത്ത് നിന്ന് വരികയാണ്. ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം ഫസ്റ്റ് ടൈം തിരുപ്പതി വരികയാണ്. ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു റോഡിൽ കൂടി വരുമ്പോൾ, കാറിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇത്രയും ദൂരം എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ ആ ഒരു പേടിയെല്ലാം മാറിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്നിട്ട് ഞാൻ അപ്പോഴും എവരോടാണ് ചോദിച്ചത് നിങ്ങൾ ഏത് വഴിയാണ് വന്നതെന്ന് വെച്ചപ്പോൾ അതും ശ്രീകുട്ടി പറഞ്ഞ വഴിയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് സേലം വഴിയാണ്. അതൊരു 100 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ അവരോട് പറഞ്ഞു അതുവഴി വരണ്ട, വേറെ ചെന്നൈ റൂട്ട് കയറി വന്നാൽ മതി എന്നൊക്കെ ഞാൻ വഴിയെല്ലാം പറഞ്ഞു കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ വീഡിയോസ് കണ്ട് ഉപകാരപ്പെടുന്നവരും ഉണ്ട്, നമ്മുടെ വീഡിയോസിൽ യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സും ഉണ്ട് എന്നുള്ളത് പിന്നീട് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് കണ്ട് ഇങ്ങനെയൊക്കെ ഇൻസ്പിറേഷൻ തോന്നിയിട്ട് പലതും ചെയ്യാറുണ്ട് എന്നുള്ളത് കണ്ടപ്പോഴും കേട്ടപ്പോഴും ഒക്കെ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് ഞാനിങ്ങനെ ഏട്ടനോട് പറയുന്നു, കണ്ടോ ഏട്ടാ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അവർ വന്നത് ഇത്രയും ദൂരം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ അവരും ഓണം കഴിഞ്ഞിട്ട് ഉടനെ തിരിച്ചു. അവർ രാവിലെ 4 മണിക്ക് തിരിച്ചു. 10-11 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇനിയും ഇതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.